ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് 2 സവാള എടുത്തിട്ടുണ്ട്. ആ സവാള വെച്ചിട്ട് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പം ഞാൻ 2 സവാളയാണ് എടുത്തേക്കുന്നത്. അത് കട്ട് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തെടുക്കുകയാണ് കഴുകി വരിയിട്ട്. അത് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി ഇടുവാണ്. പിന്നീട് നമുക്കൊരു ചെറിയ കല്ലുണ്ട്, ഉരുളിൻ്റെ കല്ലാണ്. ആ കല്ലിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആവശ്യമായത് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പം നല്ല എരിവുള്ളതാണെങ്കിൽ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നീട് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കായപ്പൊടിയുടെ മിക്സ് ചെയ്യുന്ന വീഡിയോയും കണ്ടില്ല. അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്യണം. പിന്നീട് നമ്മൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരണം. നല്ലതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ തെളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മിക്സ് ചെയ്ത് വച്ചിരിക്കണ നമ്മുടെ ചമ്മന്തിയിലേക്ക് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചമ്മന്തിയാണ്. ചോറിൻ്റെയൊക്കെ കൂടെ നല്ലതുപോലെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചമ്മന്തി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ്. ഇതിന് തേങ്ങ വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ നമ്മുടെ വീടുകളിലുള്ള സാധാരണ സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമലൈക്കും.